ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഒരു ഒത്തുതീർപ്പിന് ഇറാൻ പദ്ധതിയിടുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പാകിസ്ഥാനിൽ സമാധാന ചർച്ചകൾ പുനരാരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന സാഹചര്യത്തിലാണ് ട്രംപ് ഇക്കാര്യം പറഞ്ഞത്. ദേശീയ മാധ്യമങ്ങളാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അവർ ഒരു വാഗ്ദാനം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് കണ്ടറിയണം. ഒരു ഫോൺ അഭിമുഖത്തിൽ ട്രംപ് പറഞ്ഞതാണിത്. എന്നാൽ ആ വാഗ്ദാനം എന്തായിരിക്കുമെന്ന് തനിക്ക് ഇതുവരെ അറിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇറാൻ അവരുടെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉപേക്ഷിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏതൊരു കരാറിലും ഉണ്ടായിരിക്കണമെന്ന് ട്രംപ് നിർബന്ധം പിടിച്ചു. കൂടാതെ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള എണ്ണക്കടത്ത് തടസ്സമില്ലാതെ അനുവദിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാൻ പ്രതിനിധികളുമായി ചർച്ചകൾ നടത്തുന്നതിനായി US ദൂതന്മാരായ സ്റ്റീവ് വിറ്റ്കോഫും ജാരേഡ് കുഷ്നറും ശനിയാഴ്ച ഇസ്ലാമാബാദിലേക്ക് തിരിക്കുമെന്ന് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറാൻ ഭരിക്കുന്നത് ആരാണെന്ന കാര്യത്തിൽ തനിക്ക് ആശങ്കയുണ്ടെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഇറാന്റെ നേതൃത്വം ഭിന്നതയിലാണെന്നാണ് US ഉദ്യോഗസ്ഥർ വിശ്വസിക്കുന്നത്. US ആരുമായാണ് സംസാരിക്കുന്നത് എന്ന ചോദ്യത്തിന് ട്രംപ് നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു: എനിക്കത് വെളിപ്പെടുത്താൻ താല്പര്യമില്ല. എന്നാൽ നിലവിൽ അധികാരത്തിലുള്ളവരുമായാണ് ഞങ്ങൾ ചർച്ചകൾ നടത്തുന്നത്. എന്നാൽ അദ്ദേഹം ആരുടെയും പേരുകൾ പരാമർശിച്ചില്ല. അമേരിക്കയുമായുള്ള സമാധാന ചർച്ചകൾ പുനരാരംഭിക്കുന്നതിനുള്ള പദ്ധതികളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി വെള്ളിയാഴ്ച ഇസ്ലാമാബാദിൽ എത്തുമെന്ന് റോയിറ്റേഴ്സ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അങ്ങനെ സംഭവിക്കുകയും ചെയ്തു. ഒരു കരാറിൽ എത്തുന്നതുവരെ ഇറാനിലെ തുറമുഖങ്ങളിൽ US സൈന്യം ഉപരോധം തുടരുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. ഉപരോധം നീക്കാൻ എന്താണ് വേണ്ടതെന്ന ചോദ്യത്തിന് എനിക്കതിന് പിന്നീട് മറുപടി നൽകേണ്ടി വരും. അവർ എന്താണ് വാഗ്ദാനം ചെയ്യുന്നതെന്ന് എനിക്ക് കാണേണ്ടതുണ്ട് എന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം. ഇസ്രായേൽ സുരക്ഷയ്ക്കും അമേരിക്കയുടെ സ്വയം പ്രതിരോധത്തിനുമായാണ് യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നിയമ ഉപദേഷ്ടാവ് റീഡ് ഡി റൂബിൻസ്റ്റീൻ വ്യക്തമാക്കിയിരുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി UN സുരക്ഷാ കൗൺസിൽ US കത്തുകൾ അയച്ചിട്ടുണ്ട്. എന്നാൽ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഈ വെളിപ്പെടുത്തൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനകൾക്ക് വിപരീതമാണ്. ഇറാനെതിരായ യുദ്ധത്തിന് തന്നെ ആരും പ്രേരിപ്പിച്ചിട്ടില്ലെന്നും ഇസ്രായേൽ ഇതിൽ പങ്കുചേരുന്നില്ലെന്നുമാണ് ട്രംപ് മുമ്പ് അവകാശപ്പെട്ടിരുന്നത്. ഫെബ്രുവരി 11-ന് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ഇറാനെതിരെ സൈനിക നീക്കം ശക്തമാക്കിയെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ഇറാനെതിരെയുള്ള നെതന്യാഹുവിന്റെ സമ്മർദ്ദം അമേരിക്കയുടെ തീരുമാനത്തെ സ്വാധീനിച്ചതായി ന്യൂയോർക്ക് ടൈംസും റിപ്പോർട്ട് ചെയ്തു. യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച തീരുമാനം അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ഒരു സംയുക്ത തീരുമാനമായിരിക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ഇറാൻ US രണ്ടാംഘട്ട സമാധാന ചർച്ചകൾ അനിശ്ചിതത്വത്തിലാണ്. അതേസമയം ഇറാനുമായുള്ള സൈനിക സംഘർഷം തങ്ങളുടെ സഖ്യകക്ഷിയായ ഇസ്രായേലിന്റെ അഭ്യർത്ഥന പ്രകാരമാണെന്ന് അമേരിക്ക പരസ്യമായി സമ്മതിച്ചും കഴിഞ്ഞു. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കിയ പുതിയ റിപ്പോർട്ടിലാണ് നിർണായക വെളിപ്പെടുത്തലുണ്ടായിരുന്നത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.